ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ അജിത് കുമാർ, തൃഷ, പ്രഭു, അർജുൻ ദാസ്, ജാക്കി ഷ്രോഫ്, സിമ്രൻ പോലുള്ള വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അണിനിരക്കുന്ന തമിഴിൽ വളരെയധികം എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന സിനിമ. ആ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് ബാഡ് അഗ്ലി, തല എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അജിത് കുമാറിൻ്റെ 63 സിനിമയായ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രെയിലർ നോക്കാൻ ഒരു അജിത് സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ട്രെയിലർ തുടക്കം തൊട്ട് അവസാനം വരെ ആ ട്രെയിലർ ഹോൾഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അജിത് കുമാർ എന്ന ആക്ടർ തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമ ആദിക് രവിചന്ദ്രനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം നോക്കിയാണെങ്കിൽ ഡൈ ഹാർട്ട് അജിത് ഫാനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് വന്ന സിനിമ മാർക്ക് ആൻ്റണി സിനിമയ്ക്കകത്തും അജിത് റെഫറൻസുകൾ അദ്ദേഹം സിനിമയ്ക്കകത്ത് ഇഷ്ടമുണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെ ഇഷ്ടപ്പെടും, തന്നെ എന്താ പറയുക, ആരാധിക്കുന്ന ഒരു നടനെ ഡയറക്റ്റ് ചെയ്യാൻ കഴിയാൻ നേരത്തെ തീർച്ചയായിട്ടും ആ സിനിമ എങ്ങനെയാണോ എടുക്കേണ്ടത് ആ രീതിക്ക് തന്നെയാണ് ആ ട്രെയിലർ ഇപ്പോൾ കട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത്. സോ ഈ ഒരു വർഷത്ത് തമിഴിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ. ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് വരുന്നത്. സോ എത്ര പേര് സിനിമ കാണാൻ എക്സൈറ്റഡ് ആണുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒന്നുമല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. എന്താ പറയുക, മങ്കാത്ത വൈബുള്ള ഒരു അജിത്തിനെ കാണാൻ കഴിഞ്ഞു. ആ ഫണ്ണായിട്ടുള്ള കുറച്ച് എന്താ പറയുക, ആ ആൾക്കാരെ കളിയാക്കുന്ന രീതിക്കുള്ള ഒരുപാട് ഗെറ്റപ്പൊക്കെ അജിത്ത് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. സോ ഭയങ്കര ഹിലേറിയസ് ആയിട്ടൊരു ട്രെയിലറായിട്ട് ഫീൽ ചെയ്തു. അതൊരു മാസമായിട്ടൊരു ട്രെയിലറായി ഫീൽ ചെയ്തു. സോ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ അജിത് കുമാറിൻ്റെ 63 സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് നോക്കിയാണെങ്കിൽ ട്രെയിലർ തുടക്കം തൊട്ട് അവസാനം വരെ ആ ട്രെയിലർ ഹോൾഡ് ചെയ്യുന്നത് അജിത്ത് തന്നെയാണ്. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് നോക്കിയാണെങ്കിൽ ഒരു പഴയ പാട്ട് ഒത്തരൂപ, ആ പാട്ടിൻ്റെ ഒരു വേറൊരു വേർഷൻ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ആ ട്രെയിലർ ആ BGM കൂടെയൊക്കെ കയറി വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് എന്താ പറയുക സിങ്കായി പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ അർജുൻ ദാസ്, അദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. ആൻഡ് സിനിമയ്ക്കകത്ത് ഒരുപാട് അജിത് കുമാറിൻ്റെ പഴയ സിനിമകളുടെ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ബില്ലി ആയിക്കോട്ടെ, അമർക്കളോ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അജിത്ത് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ലുക്സിൽ കുറച്ച് യങ് ആയിട്ടുള്ള ലുക്ക്, കുറച്ച് മിഡിൽ ഏജിൽ, കുറച്ച് ഏജ് കൂടിയ ആ ലുക്സ്, അങ്ങനെ ഒരുപാട് ലുക്സിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഈ സിനിമ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാൻ ബോയ് സംഭവമാണ്. സോ അജിത് ഫാൻസിന് ഈ സിനിമ എന്താ പറയുക, ഒരു സെലിബ്രേഷൻ മൂഡ് സെറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ കാണാൻ നേരത്ത്. സോ ഈ ട്രെയിലറിൻ്റെ സിനിമയുടെ ബേസിക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫാദർ സൺ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഡോൺ ആയിരുന്ന ഒരു ഗാങ്സ്റ്റർ ആയിരുന്ന ഒരാളായിരുന്നു AK എന്ന് പറഞ്ഞ കഥാപാത്രം. അദ്ദേഹം കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ന് ഫീൽഡിൽ നിന്നൊക്കെ ഒതുങ്ങി സമാധാനമായിട്ട് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മോൻ ഒരു പ്രശ്നം വരാൻ നേരത്ത് അദ്ദേഹം തിരിച്ച് ഈ ഒരു ഗാങ്സ്റ്റർ വേൾഡിലേക്ക് വരുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. സിനിമയ്ക്കകത്ത് ഒരുപാട് റെഫറൻസുകൾ, ഫോർഷോഡിങ് കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഡെവിളാണെന്ന് കാണിക്കുമ്പോൾ തലയുടെ മേളിൽ കൊമ്പ് വരുമ്പോൾ സീൻ കാണുന്നുണ്ട്. ഡ്രാഗൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് സീനുകൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രഭു സാർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം നോക്കി ബില്ല സിനിമയ്ക്കകത്ത് ഒരു പോലീസ് ഓഫീസറായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സിനിമയ്ക്കകത്ത് നോക്കി ഒരുപാട് റെഫറൻസസ് അജിത് കുമാർ ഇതിനു മുമ്പ് അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളുടെ റെഫറൻസ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ബില്ല സിനിമയുടെ ഫോട്ടോയൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ഗെറ്റപ്പ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ട്രെയിലർ ഇറക്കത്തിലൊക്കെ ഇഷ്ടപ്പെട്ടുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ഫണ്ണ് ലൗഡായിട്ടുള്ള എന്താ പറയുക, ഒരു ആക്ഷൻ പാക്ഡായിട്ടുള്ള ട്രെയിലർ തന്നെ ആയിരുന്നു. സോ ആദിക് രവിചന്ദ്രൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ കണ്ടാൽ അറിയാം, അതിൻ്റെ സ്ക്രീൻ പ്ലേ എല്ലാം രസമായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് മാർക്ക് ആൻ്റണി എക്സ്പെഷ്യലി എടുത്ത് പറയണം, എന്താ പറയുക, ഒരു വണ്ടർഫുൾ സിനിമയായിരുന്നു. തിയേറ്ററിൽ ചിരിച്ചതിന് കൈ കണക്കില്ല, അത്രമാത്രം ഹ്യൂമർ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതൊരു വിശാൽ സിനിമ ആയിരുന്നെങ്കിൽ ആ സിനിമ ഹോൾഡ് ചെയ്തിരുന്ന ആക്ച്വലി SJ സൂര്യ ആയിരുന്നു. സോ ഈ ഒരു സിനിമയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ അജിത്തിൻ്റെ ആ ഒരു പൂന്ത് വിളയാട്ടം കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എത്ര പേര് എക്സൈറ്റഡ് ആണോ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.